അതിരാവിലെ ഉണർന്നു നിങ്ങൾ ധ്യാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവിക സത്യയുടെ ഭാഗമാണ് ധ്യാനം. ദൈവഹിതമനുസരിച്ച് ജീവിക്കാൻ നമ്മിൽ ജ്ഞാനം നിറയേണ്ടത് അത്യാവശ്യമാണ്. അനുദിനം നാം ധ്യാനത്തിനു വേണ്ടി ദാഹിച്ചു പ്രാർത്ഥിക്കണം. അപ്പോൾ നിങ്ങളുടെ ജീവിതം ദൈവം ഏറ്റെടുക്കും. നമ്മുടെ അധ്വാനം കുറയുകയും ചെയ്യും. ധ്യാനം ലഭിക്കാനുള്ള 10 വചനഭാഗങ്ങളാണ് ഇന്ന് ഇവിടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. ഇത് ആവർത്തിച്ചു ചൊല്ലുക. ധ്യാനത്തിന്റെ പുസ്തകം 6-ാം അധ്യായം 14-ാം തിരുവചനം. പ്രഭാതത്തിൽ ഉണർന്ന് അവളെ തേടുന്നവർ പ്രയാസം കൂടാതെ അവളെ കണ്ടുമുട്ടും. അവൾ വാതിൽക്കൽ കാത്തുനിൽപ്പുണ്ട്. സുഭാഷിതങ്ങൾ 8-ാം അധ്യായം 11-ാം തിരുവചനം. എന്തെന്നാൽ ധ്യാനം രത്നങ്ങളെക്കാൾ ശ്രേഷ്ഠമത്രേ. പ്രഭാഷകന്റെ പുസ്തകം 1-ാം അധ്യായം 20-ാം തിരുവചനം. കർത്താവിനോടുള്ള ഭക്തി ധ്യാനത്തിന്റെ തായ് വേരാണ്. ധ്യാനത്തിന്റെ പുസ്തകം 7-ാം അധ്യായം 7-ാം തിരുവചനം. ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് വിവേകം ലഭിച്ചു. ഞാൻ ദൈവത്തെ വിളിച്ച് അപേക്ഷിച്ചു, ജ്ഞാന ചൈതന്യം എനിക്ക് ലഭിച്ചു. ധ്യാനത്തിന്റെ പുസ്തകം 7-ാം അധ്യായം 14-ാം തിരുവചനം. അത് മനുഷ്യർക്ക് അക്ഷയനിധിയാണ്. ധ്യാനം സിദ്ധിച്ചവർ ദൈവത്തിന്റെ സൗഹൃദം നേടുന്നു. ധ്യാനത്തിന്റെ പുസ്തകം 7-ാം അധ്യായം 28-ാം തിരുവചനം. ദൈവം എന്തിനേയും കാളുപരി ജ്ഞാനികളെ സ്നേഹിക്കുന്നു. ധ്യാനത്തിന്റെ പുസ്തകം 7-ാം അധ്യായം 30-ാം തിരുവചനം. പ്രകാശം ഇരുട്ടിന് വഴിമാറുന്നു. ധ്യാനത്തിനെതിരെ തിന്മ ബലപ്പെടുകയില്ല. ധ്യാനത്തിന്റെ പുസ്തകം 9-ാം അധ്യായം 10-ാം തിരുവചനം. വിശുദ്ധ സ്വർഗത്തിൽ നിന്ന്, അങ്ങയുടെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് ധ്യാനത്തെ അയച്ചു തരണമേ. ധ്യാനത്തിന്റെ പുസ്തകം 6-ാം അധ്യായം 10-ാം തിരുവചനം. വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും. ധ്യാനത്തിന്റെ പുസ്തകം 10-ാം അധ്യായം 9-ാം തിരുവചനം. ധ്യാനം തന്നെ സേവിച്ചവരെ ദുരിതങ്ങളിൽ നിന്നും രക്ഷിക്കും. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജ്ഞാനം. ജ്ഞാനം നേടുന്നവൻ രക്ഷ പ്രാപിക്കുന്നു. അവൻ ദൈവത്തിങ്കലേക്ക് അടുക്കുന്നു. ജ്ഞാനം ഒരുവനെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. ജ്ഞാനം നേടി വിവേകികൾ ആവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ബട്ടണും അമർത്തുക. പുതിയ ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.